അങ്ങനെ പ്രൗഢഗംഭീരമായ ഇതാ BDJS-ന്റെ സംസ്ഥാന അധ്യക്ഷനും SNDP-യുടെ വൈസ് പ്രസിഡന്റുമായി ഇപ്പോഴിതാ പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം പുറത്തേക്ക് ഇറങ്ങുകയാണ്. വിമാനത്താവളത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു. ഇതാ ഇപ്പോൾ ഈ വാഹന വ്യൂഹം പുത്തരിക്കണ്ടം മൈതാനത്തേക്കാണ് പുറപ്പെടുന്നത്. ശംഖുമുഖത്ത് നിന്ന് ചാക്ക വഴി ജനറൽ ആശുപത്രി വഴി ഉള്ള കടന്നുപോക്ക്, അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹം പുറത്തേക്ക് ഇറങ്ങുന്നു. വലിയ സുരക്ഷാ സംവിധാനങ്ങളോടുകൂടിയാണ് പ്രധാനമന്ത്രി ഉൾപ്പെടുന്ന വാഹന വ്യൂഹം ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത്. പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങൾ ആണ് ഒരുക്കിയിട്ടുള്ളത്. വലിയ ഗതാഗത നിയന്ത്രണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റോഡിന് ഇരുവശവുമായി നിരവധി ആളുകൾ പ്രധാനമന്ത്രിയെ കാണുന്നതിന് വേണ്ടി നിലയുറപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഉൾപ്പെടുന്ന വാഹന വ്യൂഹമാണ് കടന്നു പോകുന്നത്. കേരള പോലീസും ഇതോടൊപ്പം തന്നെ സുരക്ഷയുടെ ഭാഗമാകുന്നുണ്ട്. കേന്ദ്ര സേനകൾക്ക് ഒപ്പം ആണ് ഇത്തരത്തിൽ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിയ പ്രധാനമന്ത്രി ഇപ്പോൾ പുത്തരിക്കണ്ടം മൈതാനത്തിലേക്ക് പുറപ്പെടുന്നതിൻ്റെ ദൃശ്യങ്ങൾ ആണ്. ഇപ്പോൾ ഇതാ കമാൻഡോകൾ പുറത്തിറങ്ങുന്ന സാഹചര്യം, പുറത്തെ സുരക്ഷാ ക്രമീകരണങ്ങൾ വിലയിരുത്തുന്ന സാഹചര്യം. പ്രധാനമന്ത്രി പുറത്തേക്ക് ഇറങ്ങുമോ അതെയോ വാഹനത്തിൽ നിന്നുകൊണ്ട് അഭിസംബോധന ചെയ്യുമോ എന്നതാണ് നമുക്ക് അറിയേണ്ടത്. ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വാഹനം കടന്നു പോകുന്നത് കാണാൻ സാധിക്കുന്നു. പ്രധാനമന്ത്രി കൈവീശി പ്രവർത്തകരെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അദ്ദേഹം പുറത്തേക്ക് ഇവിടെ ഇറങ്ങുവാനുള്ള സാധ്യത കുറവാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം 2 മണിക്കൂർ മാത്രമാണ് പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ചെലവഴിക്കുന്നത്. അത്രമേൽ ടൈറ്റ് ഷെഡ്യൂൾ ആണ് പ്രധാനമന്ത്രിയുടേത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പ്രദേശത്ത് പ്രധാനമന്ത്രി ഇറങ്ങുവാനുള്ള സാധ്യതയില്ല. പക്ഷേ നഗരഹൃദയത്തിലേക്ക് എത്തുമ്പോൾ അവിടെ നിരവധി ആളുകൾ പ്രധാനമന്ത്രിയെ കാത്തിരിക്കുന്ന പശ്ചാത്തലം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രധാനമന്ത്രി അവിടെ ഇറങ്ങി ജനങ്ങളെ അഭിസംബോധന ചെയ്യുമോ അതെയോ റോഡ് ഷോ നിശ്ചയിച്ചിട്ടുള്ള സ്ഥലത്ത് മാത്രമാണ് ഇറങ്ങുക? അതെല്ലാം സുരക്ഷാ സംവിധാനങ്ങളും ക്രമീകരണങ്ങളും അനുസരിച്ച് കൂടിയായിരിക്കും ചെയ്യുക അല്ലെങ്കിൽ അത് പ്രവർത്തിക്കുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ സുരക്ഷാ ഉദ്യോഗസ്ഥർ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങരുത് എന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും പ്രധാനമന്ത്രി അങ്ങനെ ഇറങ്ങുകയോ ആളുകളെ അഭിസംബോധന ചെയ്യുകയോ ചെയ്യില്ല. മറിച്ച് പ്രധാനമന്ത്രി നേരിട്ട് ഈ റോഡ് ഷോ നടക്കുന്ന ഇടത്തേക്ക് തന്നെയായിരിക്കും എത്തുക. അങ്ങനെ കമാൻഡോകൾ ഉൾപ്പെടെ ഉള്ളവർ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ട് പ്രധാനമന്ത്രി ഇതാ പുത്തരിക്കണ്ടം മൈതാനത്തേക്ക് പുറപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു. അവിടെ വികസിത കേരളം എന്ന ബോർഡ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അങ്ങനെ വികസനം മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എന്നതാണ്. അതോടൊപ്പം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് വരവായി വിശ്വാസ സുരക്ഷിത എന്ന് തുടങ്ങുന്ന തരത്തിലുള്ള വിശ്വാസ സുരക്ഷിത വികസിത കേരളം എന്നാണ്. അവിടെ തീർച്ചയായും രാഷ്ട്രീയം കൂടി പറഞ്ഞു പോകുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. അതാണ് ശബരിമല വിഷയം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് ആണ് ഈ കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.